പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പാമ്പ് കടിച്ചു. പാലക്കാട് പുതുനഗരം കരിപ്പോട് സ്വദേശി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. മകളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഗായത്രി. ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കുട്ടിനെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി താഴെ ഇരുത്തിയപ്പോൾ യൂറിൻ താഴെ പോയി. അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തതാണ്. വാർഡിൻ്റെ തൊട്ട് തന്നെ ചൂലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അതിനകത്ത് ഈ പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മൻ്റെ കയ്യിൽ പാമ്പ് കടിച്ചു. കയ്യിലാണ് കടിച്ചത്. അപ്പോൾ എത്രയും വേഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോൾ ആള് നിരീക്ഷണത്തിലാണ്. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. നിഖിൽ പ്രമേഷ് പാലക്കാടൻ ചെയ്തു. നിഖിൽ, എന്താണ് സംഭവിച്ചത്? ചികിത്സയ്ക്ക് എത്തിയ ഇടത്ത് നിന്നാണ് പാമ്പ് കടിയേറ്റത്. വിവരങ്ങൾ. ഗായത്രി അവരുടെ മകളെയും കൊണ്ട് ഇന്നലെ ആ കുട്ടിക്ക് ഡെങ്കി ഫീവർ ആയിരുന്നു. അത് തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് ആ കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഒരു ചൂലെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് അവരെ ഈ കുപ്പിയിൽ കാണുന്ന ഈ പാമ്പ് അവരെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് അവരെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആശുപത്രികളിൽ ദിനം പ്രതി 100 കണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് തീർച്ചയായും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സഹോദരിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഇത്തരത്തിലുള്ള ഒരു ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കൃത്യമായ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവരെ ഈ പാമ്പ് കടിച്ചതിന് ശേഷം എങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെട്ടത്? അവർ നേരിട്ടത് കണ്ടോ? പാമ്പ് ഇവരെ കുട്ടി യൂറിൻ പാസ് ചെയ്തപ്പോൾ അവിടെ താഴെയായ യൂറിന് അടിച്ചുവിടാൻ വേണ്ടി ചൂലെടുത്തതാണ്. വാർഡിൽ തന്നെ ഉള്ള ചൂലെടുത്തപ്പോൾ ആ ചൂലെടുക്കുന്ന മാത്രമേ തന്നെ കയ്യിൽ കടിക്കുകയായിരുന്നു പാമ്പ്. അപ്പം തന്നെ അത് അധികൃതരെ അറിയിച്ചപ്പോൾ നിങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ നിർദ്ദേശം കൊടുത്തത്. ആ കുട്ടി 8 മാസമായിട്ടുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ അഡ്മിറ്റായത്. ഇപ്പോൾ കുട്ടി ഒരു ഭാഗത്തും അമ്മ ഒരു ഭാഗത്തും ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാല് കൊടുക്കാനും മറ്റു ഒരു സൗകര്യങ്ങളും പറ്റാത്തൊരു സാഹചര്യത്തിൽ. ഇത് ഈ ആശുപത്രിയുടെ ശുചീകരണമില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള അനാസ്ഥയാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ എലിയും പെരിച്ചാഴിയും ഒക്കെ നിരന്തരം കാണുന്നുണ്ട് എന്നാണ് അവിടുത്തെ ആശുപത്രിയിലെ ആളുകൾ പറയുന്നത്. ഇത് ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥയായിട്ടും പാമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം അത് വിശ്വസിച്ചു, അല്ലെങ്കിൽ അത് പാമ്പല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞത് തന്നെ. എന്താ വെച്ചാൽ ഇത് ജീവനോടെ അച്ഛനും അവരുടെ ബന്ധുക്കളും കൂടി ആ പാമ്പിനെ പിടിച്ച് ബോട്ടലിലാക്കിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. എന്താണ് അവരുടെ ആരോഗ്യനില? 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഫീഡ് ചെയ്യാനും ഒന്നും പറ്റാതെ കുഞ്ഞ് അപ്പുറത്ത് ഒരു റൂമിലും അല്ലാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാത്ത രീതിയിൽ അപ്പുറത്തെ കുഞ്ഞവിടെ ഇരിക്കുകയാണ്, ബന്ധുക്കളുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് വളരെ വലിയ മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും ഉണ്ട്. ആശുപത്രി അധികൃതരുടെ ഒരു അലംഭാവമാണ് ഈ ഒരു അപകടത്തിലേക്ക് എത്തിച്ചത്. ആശുപത്രികളിലെ സുരക്ഷയില്ലായ്മ, വൃത്തിയില്ലായ്മ അതൊക്കെ വീണ്ടും 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 ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പാലക്കാട് ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത ജില്ലയാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ഈ ജില്ലാ ആശുപത്രി. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒപിയിലൊക്കെ എത്തുന്ന ഒരു ഇടമാണിത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ നിങ്ങളുടെ സഹോദരി വാർഡിലാണുള്ളത്? അതെ, വാർഡിലാണ്. അവസ്ഥ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞത് കുഴപ്പമില്ല, ഡോക്ടേഴ്സ് പറഞ്ഞത് കുഴപ്പമില്ല, എങ്കിലും 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. എന്ത് പാമ്പാണെന്ന് മനസ്സിലായോ? അല്ല, നമ്മുടെ ഇവിടെ കെട്ടുവരിയെന്ന് പറയും പാമ്പ്. ആ പാമ്പാ കടിച്ചത്. ആകെ പരിഭ്രാന്തിയിലായി ഉണ്ടാവില്ല കുട്ടിയാണെങ്കിൽ? അതെ, എല്ലാവരും പേടിച്ചു. കാരണം സുഖമില്ലാത്ത അച്ഛനാണ്. അച്ഛൻ ആംബുലൻസിൽ, കുട്ടി അവളുടെ ഹസ്ബൻഡും അച്ഛനുമായിട്ടാണ് ആംബുലൻസിൽ വന്നത്. പിന്നെ കുട്ടിയെ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവർ ആ ഡിസ്ചാർജ് സമ്മറിയിൽ ബ്ലഡ് റിപ്പോർട്ട് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടെ കുട്ടിയെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ബ്ലഡ് റിപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല, ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് അഡ്മിറ്റ് ആക്കേണ്ട കാര്യം ആലോചിക്കാം. എന്നിപ്പോൾ കുട്ടിയും അമ്മയും, എൻ്റെ അമ്മയും അമ്മൂമ്മയും കുട്ടിയും കൂടെ ഇപ്പോൾ ആ ആശുപത്രിയിൽ ഇരിക്കുക. തീരെ വയ്യാത്ത കുട്ടിയാണ്. പാല് കൊടുക്കാൻ പറ്റുന്നില്ല, ഫുഡ് കൊടുത്തിട്ടില്ല. 8 മാസം പ്രായമുള്ള കുട്ടി ഇവിടെ ഇല്ല, കുട്ടി അവിടെ കുട്ടികളുടെ ഹോസ്പിറ്റലിലാണ്. അഡ്മിറ്റ് ആക്കിയിട്ടില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ ബ്ലഡ് റിപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അത് തന്നിട്ടില്ല.
പലവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടി നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോൾ എന്ത് സുരക്ഷയാണ് അവർക്ക് ഈ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്കാണ്, അത്തരത്തിലുള്ള ഒരു ആശങ്കയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഈ സംഭവം പറഞ്ഞ് ഒരുപാടധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരു ആശുപത്രിയിൽ വെച്ച് ഒരു കുഞ്ഞിനെ പരിചരിക്കാൻ വന്ന ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. ആശുപത്രിയും പരിസരങ്ങളും വൃത്തിയാക്കുക എന്നുള്ളത് അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ കൂടി ഉത്തരവാദിത്തമാണ്. കൈയൊഴിയാനാവില്ല.